നമസ്കാരം. ഭീകരവാദത്തോടുള്ള മൃദു സമീപനം അവസാനിപ്പിച്ച് ഓപ്പറേഷൻ സിന്ദൂർ വഴി ഭാരതം പുതിയൊരു കാലചക്ര നയത്തിന് തുടക്കമിട്ടിരിക്കുന്നു. വാഗയിലെ ഗേറ്റ് വെറുമൊരു അതിർത്തി മാത്രമല്ല, പാകിസ്ഥാന്റെ ശ്വാസനാളം കൂടിയാണ്. ഇത്രയും കാലം വാഗ അതിർത്തി തുറന്നിട്ടത് ഭാരതത്തിന്റെ മര്യാദയായിരുന്നു. എന്നാൽ ആ മര്യാദയെ പാകിസ്ഥാൻ നമ്മുടെ ബലഹീനതയായി കണ്ടു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം ആ വാതിലുകൾ എന്നേക്കുമായി കൊട്ടിയടച്ചിരിക്കുകയാണ്. ലോകം കരുതുന്നത് ഇത് വ്യാപാരം തടയാനാണ് എന്നാണ്. എന്നാൽ സത്യം അതല്ല. വാഗ അതിർത്തി അടഞ്ഞതോടെ പാകിസ്ഥാന്റെ ആത്മവിശ്വാസമാണ് നിലച്ചത്. ഭാരതവുമായുള്ള ബന്ധം വഴിയാണ് പാകിസ്ഥാൻ ലോകത്തിനു മുന്നിൽ തങ്ങളുടെ അസ്തിത്വം തെളിയിച്ചിരുന്നത്. ആ ബന്ധം മുറിഞ്ഞതോടെ അവർ ഇന്ന് സ്വന്തം മണ്ണിൽ തളർന്നിരിക്കുന്ന ഒരു രോഗിയെ പോലെയായി. ഓപ്പറേഷൻ സിന്ദൂർ വഴി ഭാരതം ഒരു പുതിയ തരം മായയുദ്ധം, അതായത് സൈബർ ആൻഡ് ഇലക്ട്രോണിക് വാർഫെയർ ആണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിർത്തിയിലെ ഓരോ ഇഞ്ചും അത്യാധുനിക ഡ്രോണുകളും IoT സെൻസറുകളും വഴി നിരീക്ഷിക്കപ്പെടുന്നു. പാക് അതിർത്തിയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു മിസ്റ്ററിയാണ്. നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഭീകരർക്ക് വഴിതെറ്റുന്നു. അവരുടെ ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലാകുന്നു. സ്വന്തം മൈനുകളിൽ തന്നെ അവർ ചവിട്ടി മരിക്കുന്നു. ഇതാണ് ഭാരതത്തിന്റെ മായയുദ്ധം. ഇസ്ലാമിസ്റ്റ് ഭീകരർക്ക് ഇതിനെതിരെ പോരാടാൻ കഴിയില്ല. കാരണം അവർക്കറിയാവുന്നത് കൊള്ളയടിക്കാനും കൊല്ലാനും മാത്രമാണ്. ഭാരതത്തിന്റെ ശാസ്ത്രീയമായ ഈ അദൃശ്യ കവചം പൊളിക്കാൻ അവരുടെ ബുദ്ധിക്ക് കഴിയില്ല. പാകിസ്ഥാൻ ഇന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നത് ഇറാൻ അവരെ കൈവിട്ടത് കൊണ്ട് മാത്രമല്ല, ഭാരതം അവരുടെ മുഖം മൂടി ലോകത്തിന് മുന്നിൽ അഴിച്ചു വെച്ചതുകൊണ്ടുമാണ്. ലോകം മുഴുവൻ ഇന്ന് രണ്ട് ചേരികളായി തിരിയുകയാണ്. ഒരു വശത്ത് ഭീകരതയെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിസ്റ്റ് അച്ചുതണ്ടുകൾ, മറുവശത്ത് ഭാരതം നയിക്കുന്ന സമാധാനകാംക്ഷികളുടെ സംഖ്യം. വികസിത രാജ്യങ്ങൾ പോലും ഇന്ന് ഭാരതത്തിന്റെ നിലപാടുകളെ ഭയത്തോടും ബഹുമാനത്തോടെയും നോക്കുന്നു. കാരണം ഭാരതം പറയുന്നത് രാഷ്ട്രീയമല്ല, ധർമ്മമാണ്. ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നവനെ ലോകം മുഴുവൻ അനുസരിക്കും. പാകിസ്ഥാൻ അധർമ്മത്തിന്റെ വഴിയിൽ സ്വയം ഇല്ലാതാക്കും. നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നീതി നടപ്പാക്കലിനാണ്. വാഗയിലെ ഗേറ്റ് അടച്ചതുകൊണ്ട് പാകിസ്ഥാന്റെ പതനം ഏകദേശം പൂർത്തിയായി എന്ന് തന്നെ പറയാം. സനാതന ധർമ്മം പറയുന്നത് അഹിംസ പരമോധർമ്മ എന്നാണ്. എന്നാൽ അതോടൊപ്പം ധർമ്മ ഹിംസ തദൈവച്ച എന്നും പറയുന്നു. ധർമ്മം സംരക്ഷിക്കാൻ ഹിംസ ആവശ്യമാണെങ്കിൽ അതിനും ഭാരതം മടിക്കില്ല. വാഗയിലെ ഗേറ്റ് അടഞ്ഞു തന്നെ കിടക്കട്ടെ. അതൊരു ശവകുടീരത്തിന്റെ വാതിൽ പോലെ പാകിസ്ഥാന് അനുഭവപ്പെടും. ഭാരതം അതിന്റെ സിംഹാസനത്തിലേക്ക് ഉയരുമ്പോൾ ശത്രുക്കൾക്ക് മുന്നിൽ ഇനി ഒരേയൊരു വഴിയുള്ളൂ: സ്വയം തിരുത്തുക അല്ലെങ്കിൽ സ്വയം നശിക്കുക. വാഗ അതിർത്തിയെ ഭാരതം ഒരു ഇൻവിസിബിൾ സ്റ്റീൽ ഷീൽഡ് കൊണ്ട് പൊതിയുകയാണ്. ലേസർ സംവിധാനങ്ങളും ശത്രുവിന്റെ കണ്ണ് പൊട്ടിക്കുന്ന ഇലക്ട്രോണിക് ജാമറുകളും സെക്കൻഡുകൾക്കുള്ളിൽ ശത്രുവിനെ ചാരമാക്കുന്ന അത്യാധുനിക സർവേലൻസ് സംവിധാനങ്ങളും അതിർത്തിയിൽ നിറയുകയാണ്. പണ്ട് അതിർത്തിയിൽ കൈവീശി കാണിച്ചും ചിരിച്ചും പറഞ്ഞും സമയം നാം കളഞ്ഞു. എന്നാൽ ഇന്ന് ആ മര്യാദകളെ നാം ആയുധമാക്കി മാറ്റിയിരിക്കുന്നു. ശത്രുവിന് കാണാൻ കഴിയാത്ത ഒരു ചക്രവ്യൂഹം ഭാരതം പണിതു കഴിഞ്ഞു. പാക് ഭീകരർക്ക് ഇനി അതിർത്തി കടക്കുക എന്നത് ആത്മഹത്യാപരമായിരിക്കും. ഭാരതത്തിന്റെ ഈ ഡിജിറ്റൽ ചക്രവ്യൂഹം വരും കാലങ്ങളിൽ അമേരിക്കയോ ചൈനയോ പോലും അമ്പരപ്പിക്കാൻ പോകുന്ന ഒന്നാണ്. ശാസ്ത്രത്തെയും ദേശീയതയും കോർത്തിണക്കി ഭാരതം പണിയുന്ന ഈ പ്രതിരോധ കോട്ട ഇസ്ലാമിസ്റ്റ് ഭീകരതയുടെ ശവക്കുഴി തോണ്ടും. ഇറാൻ പോലും പാകിസ്ഥാനെ കൈവിട്ടത് ഒരു യാദൃച്ഛികതയല്ല. ഭീകരതയുടെ നട്ടെല്ലൊടിക്കാൻ ഭാരതം നടത്തുന്ന നയതന്ത്ര നീക്കങ്ങളുടെ ഫലമാണത്. ഭാവിയിൽ പാകിസ്ഥാൻ എന്ന രാജ്യം സാമ്പത്തികമായി പൂർണ്ണമായി തകരുകയും ആ പ്രദേശം പല കഷ്ണങ്ങളായി വിഭജിക്കപ്പെടുകയും ചെയ്യും. ബലൂചിസ്ഥാനും സിന്ധും സ്വതന്ത്രമാകുന്നതോടെ പാകിസ്ഥാൻ വെറും പഞ്ചാബ് പ്രവിശ്യ മാത്രമായി തുടരും. ലോക ഭൂപടത്തിൽ ഒരു വിഷപ്പാമ്പിന്റെ തലയറക്കുന്നത് പോലെ പാകിസ്ഥാൻ ഇല്ലാതാകുന്ന കാഴ്ചയാണ് നാം കാണാൻ പോകുന്നത്. അധർമ്മം പ്രവർത്തിക്കുന്നവന്റെ നാശം വിധി പോലെ വരുമെന്ന് സനാതന ധർമ്മം പഠിപ്പിക്കുന്നു. ഇസ്ലാമിസ്റ്റ് ആശയങ്ങളെ ആയുധമാക്കി ലോകത്തെ ഭീഷണിപ്പെടുത്തിയവർ ഇന്ന് സ്വന്തം മണ്ണിൽ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. ഭാരതം ലോകത്തെ ഊട്ടുമ്പോൾ പാകിസ്ഥാൻ സ്വന്തം ജനങ്ങളെ കൊള്ളയടിക്കുന്നു. ഭാവിയിൽ ഭാരതത്തിന്റെ ഒരു പ്രവിശ്യയായി മാറാൻ പോലും യോഗ്യതയില്ലാത്ത വിധം പാകിസ്ഥാൻ അപ്രസക്തമാകും. പഹൽഗാം ആക്രമണത്തിന്റെ ഒരു വർഷം പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ നാം കാണുന്നത് ഭാരതത്തിന്റെ കരുത്താണ്. ഓപ്പറേഷൻ സിന്ദൂർ വഴി ഭാരതം ആവിഷ്കരിച്ച നയം വരും കാലങ്ങളിൽ ഐക്യരാഷ്ട്രസഭ പോലും അംഗീകരിക്കേണ്ടി വരും. അതായത് ഒരു ഭീകരാക്രമണം നടന്നാൽ അത് ആസൂത്രണം ചെയ്തവൻ്റെ ആസ്ഥാനത്ത് കയറി ചെന്ന് അവനെ ഇല്ലാതാക്കുക. അത് സമാധാനത്തിൻ്റെ ഭാഗമാണ്. ലോകത്തിന് സമാധാനം വേണമെങ്കിൽ ഭീകരതയെ തുടച്ചു നീക്കണം. ഗാന്ധിയൻ അഹിംസയല്ല നമുക്ക് വേണ്ടുന്നത്, കൃഷ്ണൻ്റെ ധർമ്മയുദ്ധമാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. ഭാരതം ആ വഴിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്കിനി ലോകത്തൊരിടത്തും താവളമുണ്ടാകില്ല. കാരണം ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അവരുടെ വേരുകൾ തേടിപ്പിടിക്കും. മോദിജി വിഭാവനം ചെയ്യുന്ന ഈ അഖണ്ഡ ഭാരതം
ഭാരതം ലോകത്തെ മുഴുവൻ നയിക്കാൻ പ്രാപ്തമാണ്. ഭാവിയിലെ ആഗോള രാഷ്ട്രീയം തീരുമാനിക്കുന്നത് ഭാരതമായിരിക്കും. ഡോളറിന് പകരമായി ഇന്ത്യൻ റുപ്പി ലോക വിനിമയ നാണയമായി മാറുമ്പോൾ പാകിസ്ഥാനെയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ മുട്ടുകുത്തും. സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ആഗോള ഭരണക്രമം ഭാരതം നയിക്കും. ഇസ്ലാമിസ്റ്റ് ഭീകരതയും പടിഞ്ഞാറൻ ഉപഭോഗ സംസ്കാരവും ലോകത്തെ നശിപ്പിക്കുകയാണ്. ഇതിനുള്ള ഏക മരുന്നാണ് ഭാരതത്തിൻ്റെ സനാതനധർമ്മം. വാഗ അതിർത്തിയിലെ ഗേറ്റുകൾ അധർമ്മത്തിനെതിരെയുള്ള ഒരു ലക്ഷ്മണ രേഖയാണ്. ആ രേഖ മറികടക്കുന്നവൻ ഭാരതത്തിൻ്റെ മണ്ണിൽ ചാരമാകും. ഇന്ന് നാം കാണുന്ന ഈ വാർത്തകൾ ഇന്നലെയും ഇന്നത്തെയുമല്ല, അത് നാളത്തെ ചരിത്രമാണ്. ഭാരതം അതിൻ്റെ ഭൗതികവും ആത്മീയമായ ശക്തികൾ സമാഹരിച്ച് ലോകത്തെ രക്ഷിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞു. ഇസ്ലാമിസ്റ്റ് അച്ചുതണ്ടുകൾ ഓരോന്നായി തകരുമ്പോൾ സനാതനധർമ്മത്തിൻ്റെ പതാക ലോകം മുഴുവൻ പാറിക്കളിക്കും. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇത്രയും കാലം ഭാരതത്തെ കണ്ടിരുന്നത് ഒരു വലിയ വിപണിയായി മാത്രമാണ്. എന്നാൽ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഭാരതം വാഗ അതിർത്തി അടച്ചതും ഓപ്പറേഷൻ സിന്ദൂർ വഴി സൈനിക നടപടി കടുപ്പിച്ചതും അവരെ മാറ്റി ചിന്തിപ്പിക്കുന്നു. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങൾ ഇത്രയും കാലം ഭാരതത്തെ ഉപദേശിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഇന്നവർ ഭാരതത്തിൽ നിന്ന് പഠിക്കുകയാണ്. ഇസ്ലാമിസ്റ്റ് ഭീകരതയുടെ കൈപ്പേറിയ ഫലങ്ങൾ ലണ്ടനിലും പാരീസിലും അനുഭവിക്കുമ്പോൾ ഭാരതം എങ്ങനെയാണ് ഈ വിപത്തിനെ കൈകാര്യം ചെയ്യുന്നതെന്ന് അവർ വിസ്മയത്തോടെ നോക്കുന്നു. ഭാരതം സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള ഒരു ലോകശക്തിയാണെന്ന് അവർ ഇന്ന് അംഗീകരിക്കുന്നു. ഭാരതം മുന്നോട്ട് വെക്കുന്ന സീറോ ടോളറൻസ് നയം ഭാവിയിൽ ആഗോള ഭീകരവിരുദ്ധ പോരാട്ടത്തിൻ്റെ നിയമപുസ്തകമായി മാറും. ഇന്ന് സൗദി അറേബ്യ, UAE, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഭാരതത്തിൻ്റെ പക്ഷത്താണ്. ഇതിന് കാരണം ഭാരതം ഒരിക്കലും മതത്തിനെതിരല്ല, ഭീകരവാദത്തിന് മാത്രമാണ് എതിര്. ഭാരതത്തിൽ നിക്ഷേപം നടത്തുന്നതിലൂടെ തങ്ങളുടെ ഭാവി സുരക്ഷിതമാണെന്ന് അവർ തിരിച്ചറിയുന്നു. വാഗ അതിർത്തി അടച്ചപ്പോൾ ഈ രാജ്യങ്ങൾ മൗനം പാലിച്ചത് പാകിസ്ഥാനുള്ള വലിയ തിരിച്ചടിയാണ്. മതം ഒന്നാണെങ്കിലും ഭീകരവാദിയെ ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാട് ഭാരതത്തിൻ്റെ നയതന്ത്ര വിജയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമെന്ന നിലയിൽ ഭാരതത്തിന് ലഭിക്കുന്ന ആഗോള അംഗീകാരം ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ നട്ടെല്ലൊടിക്കുന്നതാണ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും വികസ്വര രാജ്യങ്ങൾ ഭാരതത്തെ ഒരു രക്ഷകനായി കാണുന്നു. ചൈനയെ പോലെ കടക്കണിയിലാക്കുന്നവനല്ല ഭാരതം, ചേർത്ത് പിടിക്കുന്നവനാണ്. ലോകമെന്ന് ഭാരതത്തെ ഭയപ്പെടുന്നത് നമ്മുടെ ആയുധങ്ങൾ കണ്ടല്ല, നമ്മുടെ ഇച്ഛാശക്തി കണ്ടാണ്. ഭീകരവാദത്തിൻ്റെ വിഷപ്പല്ലുകൾ ഓരോന്നായി പിഴുതെടുക്കുന്ന ഭാരതത്തിൻ്റെ വിശ്വരൂപം ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. വരും കാലങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരം അംഗത്വത്തിലേക്ക് ഭാരതം നടന്നു കയറുമ്പോൾ അത് ലോകത്തിൻ്റെ തന്നെ നീതിയുടെ വിജയമായിരിക്കും. ദശകങ്ങളായി ഭാരതത്തിൻ്റെ ക്ഷമയെ ബലഹീനതയായി കണ്ടവർക്ക് മുന്നിൽ നരേന്ദ്രമോദി സർക്കാർ ഉയർത്തിയിരിക്കുന്ന ഈ പ്രതിരോധ വൻമതിൽ വരാനിരിക്കുന്ന ദശലക്ഷം വർഷങ്ങളിലെ ഭാരതീയ ചരിത്രത്തിൻ്റെ നാഴികക്കല്ലായി മാറും. ഓപ്പറേഷൻ സിന്ദൂർ വഴി നാം വിതയ്ക്കുന്നത് ശത്രുക്കളുടെ ചാരമാണെങ്കിൽ അതിൽ നിന്നും മുള പൊട്ടുന്നത് ലോകത്തെ നയിക്കാൻ പോകുന്ന സനാതനധർമ്മത്തിൻ്റെ അജയമായ കരുത്താണ്. വാഗയിലെ ഈ കവാടങ്ങൾ ഇനി ഒരിക്കൽ തുറക്കപ്പെടുമെങ്കിൽ അത് ശത്രുക്കളുടെ സന്ധിക്കായില്ല, ഭാരതത്തിൻ്റെ കാൽ കീഴിൽ സമർപ്പിക്കപ്പെടുന്ന അവരുടെ കീഴടങ്ങലിനായിരിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.